മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പ്രചാരത്തിലെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. എന്നാൽ ഒരുപാട് തട്ടിപ്പ് പരിപാടികൾ ഒരുപാട് പ്രചാരത്തിലുണ്ട് താനും. നമ്മളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ബഡ്ജറ്റിന് ശേഷം ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒരു 2025 ഫെബ്രുവരി സെക്കൻഡ് വീക്കിലോട്ട് കയറുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചുറ്റും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നൊരു അവന്യം ഉണ്ടെന്ന് അറിയാതെ തന്നെ ഒരുപാട് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് കരുതിയിട്ട് ഏതാണ്ട് പൂട്ടിപ്പോകാൻ വളരെ അധികം ചാൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സിലൊക്കെ പോയി ഒരു അസറ്റും ക്രിയേറ്റ് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്താണ് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ പറയും. ഈ വളരെ അടുത്ത ദിവസം ഇന്നലെ തന്നെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ ആൾക്കാർക്ക് ചെന്ന് കൊടുങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പം ഞാനിന്നിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനോട് ചോദിക്കുകയും ചെയ്തു. അവർക്കൊരു കൺഫ്യൂഷൻ, എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ മാത്രം ഇത്രയും തട്ടിപ്പിലൊക്കെ ചെന്ന് ചാടുന്നു. അപ്പോൾ ശരിക്കും പറയാം അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനൊന്നും താല്പര്യമില്ല. ഡിസ്കൗണ്ട് എന്ന് കേട്ട് ഓടി അവിടെ ചെല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ ഇന്നലെ തന്നെ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ചാർജ് എന്നുള്ള. ഈ ചാർജിനെ കുറിച്ച് അറിയാമെന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഇത്. അപ്പം എന്നാൽ അതേ സമയത്ത് പല സംഭവങ്ങളിലും ഇപ്പോൾ ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കോസ്റ്റ് വളരെ കുറവാണ്. എന്നാൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഷുറൻസ് മോശമൊന്നുമല്ല. ഇൻഷുറൻസിൻ്റെ പർപ്പസ് വേറെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് വേറെ, ഇൻഷുറൻസിൻ്റെ പർപ്പസ് വേറെ. രണ്ട് രീതിയിലാണ് കാണേണ്ടത്. അപ്പം തട്ടിപ്പായിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്ത് അവർക്ക് എടുക്കാൻ പറ്റുന്നത്. എന്നാൽ നമ്മൾ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഏതാണ്ട് 10-60 വർഷത്തിന് മേലെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതിന് ഒരു ഇങ്ങനെ പൂൾ ചെയ്ത് കൊണ്ടിരുന്ന ഫണ്ടിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫണ്ട് മാനേജർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസൊക്കെ നടത്തിയിട്ട് ടൈം ടു ടൈം അതെല്ലാം മോണിറ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഫണ്ടിനെ മാനേജ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു കസ്റ്റോഡിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് ഇതെല്ലാം റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഇതിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതിനെ കുറ്റം പറയുകയും അത് എനിക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്, സൊസൈറ്റിയിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. പക്ഷേ എന്നാണ് അത് നിർത്തുന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കും പലപ്പോഴും കോൾ വരാറുണ്ട്. അത് ഇത്ര ഇൻട്രസ്റ്റ് ഇട്ട് ഇന്ന ആൾ സ്റ്റാർട്ട് ചെയ്തതാണ്, ജമ്മു കാശ്മീരിലാണ് എൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, നമ്മളാരും പോയി അന്വേഷിക്കാൻ അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന റിട്ടേൺസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. അതിൻ്റേതായൊരു റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ആണ് മെജോറിറ്റി പോർഷൻ ഇക്വിറ്റി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ കടപ്പത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളും അവൈലബിൾ ആണ്.